പാഠം 280. ഇങ്ങനെയൊക്കെ പേടിക്കാമോ? മോഹനേട്ടാ, മോഹനേട്ടാ, മണി 8 ആഫീസിലൊന്നും പോകുന്നില്ലേ? എന്ന് ഞാൻ 8:30 ഓഫീസിൽ പോകുന്നത് 9:37 അതിനിയും 1 മണിക്കൂർ കൂടുതലുണ്ട്. ശരി, സാറ് പത്രമൊക്കെ കാണാതെ പഠിച്ച് ഒരു 9:37 വരെ ഇവിടെ ഇരിക്കേ. കഴിക്കാനുള്ളതല്ല ഞാൻ വിളമ്പി വെച്ചിട്ടുണ്ട്. ഉച്ചയോട് ബാഗിലും വെച്ചിട്ടുണ്ട്. ഞാൻ പോകാനിറങ്ങാണേ. ഈശ്വര, നീ രാവിലെ എവിടെ പോണെന്ന് പറഞ്ഞേ? കോടതിയിൽ. എന്തിന്? സാധാരണ ഒരു വക്കീൽ കോടതിയിൽ പോണത് എന്തിനാണ്? മോഹനേട്ടൻ എന്തിനാണ് രാവിലെ വില്ലേജ് ഓഫീസിൽ പോണത്? ഇന്ന് നീ പോകുന്നില്ല. ആര് പറഞ്ഞു? ഇന്ന് ഞാൻ പോകുന്നുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ഞാൻ ഡ്രസ് മറന്നിരിക്കുന്നേ. ഇന്ന് പോകാൻ പറ്റില്ല. മോഹനേട്ടൻ എന്താ പറ്റിയത്? കൊള്ളപ്പലിശയ്ക്ക് കാശ് കൊടുത്തിട്ട് സുകുമാരന്റെ വീട് ജപ്തി ചെയ്യാൻ നടക്കുന്ന ആ ബ്ലേഡ് കമ്പനിക്കെതിരെയുള്ള കേസാണിന്ന്. മോഹനേട്ടൻ തന്നെയല്ലേ എന്നോട് പറഞ്ഞത് ആ കേസ് വാദിക്കണം, ആ ബ്ലേഡ് കമ്പനിക്കാരുടെ അഹങ്കാരം തീർക്കണമെന്ന്? എന്ത് പറഞ്ഞാലും ഇന്ന് എനിക്ക് പോകാൻ പറ്റില്ല. ഇന്ന് പോകുന്നായിരുന്നു ഇന്നലെ പറഞ്ഞില്ലല്ലോ. ആ കേസ് ഇന്നാണെന്ന് ഞാൻ ഓർത്തില്ല. ഇപ്പൊ ഡയറി എടുത്ത് നോക്കിയപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. ഇന്ന് നീ പോകണ്ട. കാരണം എന്താന്ന് പറ മോഹനേട്ടാ. എനിക്ക് ഭയങ്കര തലവേന. ഭയങ്കര തലവേന. ഇത്ര നേരം ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. തലവേന പെട്ടെന്ന് വരുന്നല്ലേ, ഇപ്പഴാ തുടങ്ങിയത്. മോഹനേട്ടാ, ഈ അടവ് എന്നോട് വേണ്ട. മോഹനേട്ടൻ ഒരു തലവേദന ഇല്ലെന്ന് എനിക്കറിയാലോ. ഇത്രയും നേരം പുറത്തിരുന്ന് ആ പത്രത്തിലേക്ക് ഇങ്ങനെ കണ്ണു മിഴിച്ച് നോക്കിയിരുന്ന് വായിച്ചപ്പോ ഒരു തലവേദന ഇല്ലായിരുന്നല്ലോ. അതല്ലേ പറഞ്ഞത്, തലവേദന ഇപ്പൊ തുടങ്ങിയതാ. തലവേദന ഉള്ളപ്പോ നീ എടുത്തില്ലെങ്കിൽ ഭയങ്കര ടെൻഷനാ എനിക്ക്. ഞാനിപ്പോ എടുത്തിട്ട് എന്താ കാര്യം? മോഹനേട്ടൻ കുറച്ച് കഴിയുമ്പോ ഓഫീസിൽ പോയില്ലേ? ഇല്ല, ഞാൻ പോകുന്നില്ല. ഇത്രയും വലിയ തലവേദന വെച്ചിട്ട് ഞാൻ എങ്ങനെ പോവാനാ? ഇന്ന് ഞാൻ ലീവാ. ഞാൻ ലീവ് എടുത്തിരിക്കുമ്പോ നീ എന്നോടൊപ്പം വേണം. അങ്ങനെ അടുത്തിരിക്കാൻ മാത്രമുള്ള കുഴപ്പമൊന്നും ഇല്ലെന്ന് മോഹനേട്ടന്റെ മുഖം കണ്ടാൽ അറിഞ്ഞൂടെ? ഇനിയിപ്പോ മോഹനേട്ടൻ ശരിക്കും തലവേദന ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ഒരു ഗുളിക തരാം. ഭക്ഷണം കഴിച്ച് ആ ഗുളിക കഴിച്ച് കുറച്ചു നേരം ഒന്ന് കിടന്നാ മതി. എല്ലാ തലവേദനയും മാറിക്കോളൂ. ഇതങ്ങനെ മാറില്ല. നീ പോയി കഴിയുമ്പോ പെട്ടെന്ന് തലവേദന കൂടിയാലോ? നീ പോണ്ട. മോഹനേട്ടാ, ഇന്നത്തെ കേസ് എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്താണ്. ഞാൻ എന്തായാലും പോവും. അയ്യോ, ഹലോ, അതെ. വിജയലക്ഷ്മി, ഞാൻ ഇറങ്ങാൻ തുടങ്ങായിരുന്നു. പോയിന്റ്സ് ഒക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇല്ല, കേസ് ഏതാണെന്ന് ഞാൻ മോഹനോട് പറഞ്ഞിട്ടില്ല. അത് സാരല്ലേ. 9 മണിക്ക് മുന്നേ ശേഖരൻകുട്ടി അവിടെ വരും. ഞാൻ എത്തുന്നവരെ അയാളൊന്ന് പറഞ്ഞു നിർത്തിക്കോളണം. അയാളൊരു പ്രത്യേക ടൈപ്പാ. പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല. എന്ത് ചെയ്യാനാണ് വിദ്യയെ? പരമേശ്വരൻ കൊലക്കേസ് പോലുള്ള ഒരു കേസിൽ ശേഖരൻകുട്ടിയുടെ സാക്ഷിമൊഴി വളരെ ക്രൂഷ്യലാണ്. ശരി. ഓഹോ, അപ്പോ നീ എന്നോട് പറഞ്ഞത് മുഴുവൻ കള്ളമായിരുന്നു. നീ ഏത് കേസ് വാദിക്കാൻ പോണെന്നാ പറഞ്ഞത്? അല്ല, അത് ബ്ലേഡ് കമ്പനിക്കെതിരെയുള്ള കേസോ? അത് പിന്നെ നീ ഒന്നും പറയണ്ട. ഭാമേ, ലോകത്ത് ഒരു ഭാര്യയും ഒരു ഭർത്താവിനെയും ഇങ്ങനെ വഞ്ചിച്ചിട്ടുണ്ടാവില്ല. ഇങ്ങനെ ചെയ്യാൻ നിനക്ക് എങ്ങനെ തോന്നി? അല്ല, ഇതിന് വഞ്ചനയൊന്നും അല്ലല്ലോ മോഹനേട്ടാ. ഇതിനേക്കാൾ വലിയ വഞ്ചന എന്താ ഉള്ളത്? പരമേശ്വരൻ എന്ന് പറയുന്ന ഒരു സാധുവിനെ ഡിക്രൂസ് എന്ന് പറയുന്ന ക്രൂരനായ ഒരു അയൽക്കാരൻ വസ്തുതർക്കത്തിന്റെ പേരിൽ കൊലപ്പെടുത്തി. ഡിക്രൂസിന്റെ ആളുകൾ അയാളുടെ കേസ് വാദിക്കണമെന്ന് പറഞ്ഞ് ഇവിടെ വന്ന ദിവസം തന്നെ ഞാൻ നിന്നോട് പറഞ്ഞതാണ്, ഭാമേ, അത് നടക്കില്ല. ഇത്രയും ക്രൂരനായ ഒരു കുറ്റവാളിയുടെ കേസ് വാദിക്കാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. അന്ന് എന്നെ പറ്റിക്കാൻ വേണ്ടി നീ പറഞ്ഞു ആ കേസ് ഞാൻ വാദിക്കുന്നില്ല മോഹനേട്ടാന്ന്. എന്നിട്ട് ആരും അറിയാതെ ആ വക്കാലത്തെടുത്ത് ഇന്ന് ഡിക്രൂസിന് വേണ്ടി വാദിക്കാൻ പോകുന്നു. അതിന് നീ കണ്ടുപിടിച്ച ന്യായം എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ബ്ലേഡ് കമ്പനിക്കാരനെ എനിക്ക് ഇഷ്ടമല്ല എന്നറിയാവുന്നത് കൊണ്ട് അയാളുടെ കേസാണ് വാദിക്കാൻ പോകുന്നതെന്ന് നീ കള്ളം പറഞ്ഞു. ഇതിനേക്കാൾ വലിയ ചതി എന്താണ്? ഞാൻ കള്ളം പറഞ്ഞു എന്നുള്ളത് സമ്മതിക്കാം. എന്തുകൊണ്ട് എനിക്ക് കള്ളം പറയേണ്ടി വന്നത്? പരമേശ്വരൻ കൊലക്കേസ് പോലെ ജനശ്രദ്ധ ആകർഷിച്ച ഒരു കേസ് വാദിക്കാൻ എനിക്കൊരു അവസരം കിട്ടിയപ്പോ മോഹനേട്ടൻ സമ്മതിക്കാതിരുന്നുകൊണ്ട്. സാധാരണ ഭർത്താവായിരുന്നെങ്കിൽ ഈ കേസ് വാദിക്കാൻ എന്നെ പ്രോത്സാഹിപ്പിച്ചേനെ. പക്ഷേ
ഭാര്യ തന്നെക്കാൾ പ്രശസ്തിയായാൽ ലോകം തന്നെ അവസാനിച്ചു പോകുമെന്ന് കരുതുന്ന ഒരു മുരടൻ ഭർത്താവുള്ള എനിക്ക് എന്തായാലും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടില്ലല്ലോ. ഇതുപോലൊരു ഭർത്താവ് വീട്ടിലുണ്ടെങ്കിൽ ഏത് ഭാര്യയും കള്ളം പറഞ്ഞു പോകും. ഞാൻ അങ്ങനെ ഒരു നുണ പറഞ്ഞതിൽ എനിക്ക് ഒരു തെറ്റും തോന്നണില്ല. ഇതൊരു വീടാണ്. ഒരു വീട്ടിൽ പരസ്പരം കള്ളം പറയുന്ന ഭർത്താവും ഭാര്യയും തമ്മിൽ എങ്ങനെ ഒരുമിച്ച് ജീവിക്കും? ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിനുള്ള വഴി നോക്കാം. പക്ഷേ ഇപ്പൊ അതും ചർച്ച ചെയ്തുകൊണ്ടിരിക്കാൻ എനിക്ക് നേരമില്ല മോഹനട്ടാ. 9 മണിക്ക് പരമേശ്വര വധക്കേസിലെ പ്രതിഭാഗം സാക്ഷി ശേഖരൻകുട്ടി ഓഫീസിൽ വരും. അയാളെയും അയാളുടെ കൂടെയുള്ളവരെ മൊഴി നന്നായി പഠിപ്പിച്ചില്ലെങ്കിലേ നാളെ സാക്ഷി വിസ്താരം തുടങ്ങുമ്പോ കോടതി കയറി നിന്ന് അവരൊക്കെ പപ്പാന്ന് പറയും. പക്ഷെ ഇന്ന് നീ പോകാൻ പറ്റില്ല. എനിക്ക് തലവേദനയുള്ളപ്പോ നീ പോയാൽ അങ്ങനെ ശരിയാവും? ഒരു തലവേദനയില്ല. കുറച്ചു മുന്നേ തലവേദനയാണോ എന്നെനിക്കൊരു സംശയമുണ്ടായിരുന്നു. ഇപ്പൊ പക്ഷെ അതില്ല. എന്നെ കേസ് വാദിക്കാൻ സമ്മതിക്കരുത്. ആ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ മോഹനേട്ടനുള്ളൂ. അല്ല മാമേ, എനിക്ക് ശരിക്കും തലവേദനയാ. അയ്യോ എന്തൊരു തലവേദനയേ! അയ്യോ എന്നെ ആശുപത്രി കൊണ്ടുപോ. അയ്യോ എന്തൊരു തലവേദനയേ! ആഹാ മാമേ, ഞാൻ സമ്മതിക്കില്ല. എനിക്ക് തലവേദന എടുത്തിക്കുമ്പോ എവിടെയും പോയാൽ സമ്മതിക്കില്ല. മോഹനേട്ടാ, ഇത് കുട്ടികളിയല്ല കേട്ടോ. ഇല്ല, ഞാൻ നിന്റെ ഭർത്താവാണ്. ഭർത്താവിനെ ധിക്കരിച്ച് ഭാര്യ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാന്ന് പറഞ്ഞാല് ഭർത്താവിന്റെ തലയ്ക്ക് വെട്ടാണെങ്കിൽ പിന്നെ ഭാര്യ എന്ത് ചെയ്യും? ശരി, എങ്കിൽ ഒരു ചായ എടുത്തിട്ട് പോ. ചായ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലല്ലോ, ചായ ഗ്ലാസ്സിൽ ഒഴിച്ച് എനിക്ക് കൊണ്ടുതരണം. എനിക്ക് തലവേദനയാ. മോഹനേട്ടാ, ഇത് എന്തൊക്കെയാ പറയണേ? ഒരു ചായ വേണമെന്ന് പറഞ്ഞാ അതിലിപ്പോ മനസ്സിലാക്കാതിരിക്കുന്നു. ഇതൊരു വലിയ കഷ്ടം തന്നെയാട്ടോ. ആ ശിശുപാല, ഞാനിന്ന് രാവിലെ വരാൻ കുറച്ച് വൈകും. അങ്ങനെ കൃത്യം പറയാൻ പറ്റില്ല. എന്നാലും ഒരു 11 മണി കഴിയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. ആ അതൊക്കെ ഉണ്ട്. ഞാന് ഒരു നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക. അതെന്താണെന്ന് നേരിട്ടാണ് പറയാം. അതെ ശിശുപാല, എനിക്ക് ഭയങ്കര തലവേദനയാ. എന്റെ ജീവിതത്തിൽ ഇതുപോലൊരു തലവേദന വന്നിട്ടേ ഇല്ല. മിക്കവാറും ആശുപത്രി പോകേണ്ടതായിട്ട് വരും. അവിടെ അഡ്മിറ്റ് ചെയ്യുന്ന എന്റെ പേടി. എന്ത് ചെയ്യാനാ ശിശുപാല? മനുഷ്യന്റെ കാര്യം ഇത്രയൊക്കെയല്ലേ ഉള്ളൂ. മതി, കേട്ടതൊക്കെ എനിക്ക് മനസ്സിലായി. ഞാൻ വിളിക്കാം ശിശുപാല. ശരിക്കും ഡയൽ ചെയ്തിട്ടാണോ സംസാരിച്ചത്? അതോ ഞാൻ വരുന്നത് കണ്ട റിസീവർ എടുത്ത് ഇങ്ങനെ വെച്ച് സംസാരിച്ചോണ്ടിരിക്കായിരുന്നു? ഇതാ പറഞ്ഞതിന്റെ കുഴപ്പം. ചങ്കെടുത്ത് കാണിച്ചാലും ചമ്പരത്തി പോന്ന് പറയും. ഞാൻ ജോലി കേട്ട് എത്ര വർഷമായി? ഇതുവരെ ഒരു തലവേദനയുടെ പേരിൽ ഞാൻ ലീവ് എടുത്തിട്ടുണ്ടോ? അങ്ങനെ ഞാൻ ഇന്ന് ലീവ് എടുക്കണമെങ്കിൽ ശരിക്കും തലവേദന ഉള്ളതുകൊണ്ടല്ലേ? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ പരമേശ്വരൻ കൊലക്കേസ് വാദിക്കുന്നതാണ് പ്രശ്നമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ അതിനുവേണ്ടി ഒരു ലീവൊക്കെ കളയാൻ മോഹനേട്ടൻ തയ്യാറാവോ? ഇത് അതിനും കൂടി എന്തോ ഒരു കേസാണ്. ഒന്നുമല്ല മാമേ, ഞാൻ പണ്ടേ എങ്ങനെയാ, ഒരു ചെറിയ പനിയോ തലവേദന വന്ന എന്റെ അടുത്ത് ആരെങ്കിലൊക്കെ ഉണ്ടാവണം. കുഞ്ഞായിരുന്നപ്പോ ഒരു ജലദോഷം വന്നാൽ പോലും അമ്മ എന്റെ അടുത്ത് മാറാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. ജലദോഷം മാറുന്നവരെ അമ്മ എന്റെ അടുത്ത് തന്നെ ഇരിക്കുമായിരുന്നു. അമ്മയ്ക്ക് വേറെ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ എന്റെ കാര്യം അങ്ങനെയല്ലല്ലോ. ശേഖരൻകുട്ടി ഓഫീസിൽ വരുമ്പോ എനിക്ക് അയാളോട് സംസാരിച്ചേ പറ്റുള്ളൂ. അല്ലാതെ എന്റെ ഭർത്താവിന് തലവേദനയാണെന്ന് പറഞ്ഞ് നാളെ വരാൻ ശേഖരൻകുട്ടിയോട് പറഞ്ഞാലേ അയാൾ ചോദിക്കും ഇത് എവിടുത്തെ വക്കീലാണ് എന്ന്. പിന്നെ കൂട്ടിരിക്കാൻ ആരെങ്കിലും ഉണ്ടായേ പറ്റുന്നാണെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. പോകുന്ന വഴി ജൂബിലി ഹോസ്പിറ്റലിൽ കയറി അവിടെ അങ്ങ് അഡ്മിറ്റ് ആവണം. അവിടെ ആവുമ്പോ നല്ല സുന്ദരിമാരായ നേഴ്സുമാരുണ്ട്. അവരങ്ങ് കൂട്ടിരിക്കും. രോഗികൾക്ക് കൂട്ടിരിക്കേണ്ടത് അവരുടെ ജോലിയാണ്. എന്റെ ജോലി അതല്ല. അയ്യോ, ഭാമേ, എന്ത് തന്നെയായാലും ഇന്ന് എന്നെ പോയാൽ സമ്മതിക്കില്ല. ഇന്ന് വരെ അങ്ങനെ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ നിനക്ക് മനസ്സിലായിക്കൂടെ എനിക്ക് ഭയങ്കര തലവേദനയാണെന്നുള്ളത്? ഇതുവരെയും ഇത്ര പ്രധാനപ്പെട്ട ഒരു കേസ് ഞാൻ വാദിച്ചിട്ടുമില്ല. ഈ കേസ് ഞാൻ വാദിച്ചാൽ അഡ്വക്കേറ്റ് സത്യഭാമ ഈ നാട്ടിലെ എണ്ണം പറഞ്ഞ വക്കീലൊരാളാവും. അതോർത്തപ്പോ വില്ലേജ് ഓഫീസർക്ക് സഹിക്കുന്നില്ല. ചായ എടുത്തു തരാൻ പറഞ്ഞു, ഞാൻ തന്നു. ഇനി എനിക്ക് താമസിക്കാൻ പറ്റില്ല. ശേഖരൻകുട്ടി എത്തുന്നതിന് മുന്നേ എനിക്ക് ഓഫീസിലെത്തിയേ പറ്റൂ. പക്ഷെ ചായ ഞാൻ കുടിച്ചില്ലല്ലോ.
നീ പോകാതിരുന്നാലേ ഞാൻ ചായ കുടിക്കൂ. ആഹാ, അങ്ങനെയാണെങ്കിൽ ചായ കുടിക്കണ്ട, അത്രേ ഉള്ളൂ. ചായ കുടിക്കില്ലെന്ന് മാത്രമല്ല, രാവിലത്തെ ഭക്ഷണം കഴിക്കില്ല. വേണ്ട. ഉച്ചയ്ക്കും പട്ടിണിയിരിക്കും. ആയിക്കോളൂ. ഇന്ന് നാളെ മറ്റന്നാൾ ഞാൻ കഴിക്കില്ല. മഹാത്മാഗാന്ധി 10 ദിവസം വരെ നിരാഹാരം കിടന്നിട്ടുണ്ട്. മോഹനേട്ടൻ വലിയ ഗാന്ധിയനല്ലേ? അപ്പൊ 2-3 ദിവസം പട്ടിണി കിടന്നെന്ന് കരുതി ഒന്നും പറ്റില്ല. ഭാമേ, ഞാൻ ഈ പറയുന്ന തമാശയായിട്ട് എനിക്ക് തോന്നും, പക്ഷെ ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. ഇന്ന് നീ ആഫീസിൽ പോയാ എന്റെ അച്ഛനാണ് സത്യം. ഞാൻ ഈ ജന്മത്തിൽ നീ ഉണ്ടാക്കുന്നൊന്നും കഴിക്കില്ല. ആ, അച്ഛന്റെ പേര് മോഹനേഷൻ വെറുവാക്ക് പറയലെന്ന് അറിയാലോ നിനക്ക്. പക്ഷെ മോഹനേട്ടൻ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്ക് ആഫീസിൽ പോയാലേ പറ്റുള്ളൂ. അത് നടക്കട്ടെ. ഇനി നിന്നോട് ഒരിക്കലും ഞാൻ ഒന്നിനും വരില്ല. ഒരു വഴക്ക് നമ്മൾ ഉണ്ടാവില്ല. നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. ആഹാ. അയ്യോ, ഭയങ്കര തലവേദന. അയ്യോ. ആ വിദ്യാലക്ഷ്മി, ഞാനാ. ശേഖരൻകുട്ടി വന്നോ? 9 അയാൾ പറഞ്ഞത്. അയാൾ വരുമ്പോ വിദ്യ സംസാരിക്കണം. എനിക്കിന്ന് വരാൻ പറ്റും തോന്നില്ല. ഞാൻ ആ നോട്ടൊക്കെ ആരുടെയെങ്കിലും കൊടുത്തേക്കാം. ശരിക്കൊന്ന് ശ്രദ്ധിച്ചോളണേ. നിനക്കറിയാലോ കേസിന്റെ ഗൗരവം. ഓ, ഇവിടുത്തെ കാര്യമൊന്നും പറയണ്ട. എന്ത് ചെയ്യാം, കല്യാണം കഴിച്ചു പോയില്ലേ, നമ്മുടെയൊക്കെ വിധി. ഞാനാണ് സത്യഭമ്മ. പെട്ടെന്ന് ഇതുവഴി ഒന്ന് വരണം. എന്റെ ഒരു ഫയല് ഓഫീസിൽ എത്തിക്കാനോ. വേഗം വേണം. തീർന്നല്ലോ സുഖേട്. ഇനി ഞാൻ ഇന്ന് പോയത് കൊണ്ട് വില്ലേജ് ഓഫീസർക്ക് തലവേദന വന്ന് ചത്തു പോകണ്ട. പക്ഷെ മോഹനേട്ടാ, ഇതുകൊണ്ടൊന്നും ഞാൻ പരമേശ്വരന്റെ കേസ് ബാധിക്കാതിരിക്കുമെന്ന് മോഹനേട്ട കരുതല്ലേ. നാളെ സാക്ഷി വിസ്താരം തുടങ്ങുമ്പോ ഞാൻ പോയിരിക്കും. നാളെ പോയിക്കോ. എന്റെ തലവേദന മാറുമല്ലോ കുറച്ച്. അതപ്പോ കൃത്യമായിട്ട് അറിയാം. അല്ല, ഒരു തലവേദന ഒരു ദിവസത്തിൽ കൂടുതൽ നിൽക്കില്ല എന്ന് ആർക്കറിയാൻ വയ്യത്തെ. ചിലപ്പോ തലവേദന കുറച്ച് കഴിയുമ്പോ അങ്ങ് മാറുമായിരിക്കും. അപ്പോ എനിക്ക് ഓഫീസിൽ പോകാൻ, നിനക്ക് കോടതിയിലും പോവാലോ. കൊള്ളാം. ആ നമ്പർ സാറിന്റെ കയ്യിൽ വെച്ചിരുന്നാ മതി. 11 മണി കഴിഞ്ഞ് പോയിട്ട് എനിക്ക് കാര്യമില്ലല്ലോ. അതോർത്ത് 11 മണി കഴിയുമ്പോ ഓഫീസിൽ പോകാന്നാണ് സാറിന്റെ പരിപാടിയെങ്കിൽ നടക്കില്ല മോഹനേട്ടാ. ഇന്ന് ഞാൻ കോടതിയിൽ പോകുന്നില്ലെങ്കിൽ മോഹനേട്ടൻ ഓഫീസിൽ പോവില്ല. അല്ല ഭാമേ, നിനക്ക് തോന്നുന്നുണ്ടാവും ഞാൻ നിന്നെ മനഃപൂർവ്വം വിടാതിരിക്കുന്നതാണെന്ന്. സത്യമായിട്ടും അല്ല, എനിക്ക് ശരിക്കും തലവേദനയായിട്ടാ. സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. മോഹനേട്ടന്റെ അച്ഛന്റെ പേരിൽ കള്ളസത്യം ചെയ്യില്ല എന്ന് എനിക്കറിയാം. അതെ, അതുകൊണ്ടാണ് ഭക്ഷണം കഴിക്കില്ല എന്ന് അച്ഛന്റെ പേരിൽ ആണയിട്ടപ്പോ ഞാനത് വിശ്വസിച്ചതും ഓഫീസിൽ പോകണ്ടെന്ന് വെച്ചതും. മോഹനേട്ടന് ഭയങ്കര തലവേദനയാണെന്നല്ലേ പറഞ്ഞത്? അതും കൂടി അച്ഛന്റെ പേരില് ഒന്ന് ആണയിട്ട് പറയും. എന്റെ അച്ഛനാണേ സത്യം, എനിക്ക് ഭയങ്കര തലവേദനയാണെന്ന് നാണയിട്. അങ്ങനെ തലവേദനയുടെ പേരിലൊക്കെ അച്ഛന്റെ പേരിലാണ് ഇടാൻ പറ്റൂ. ഭക്ഷണത്തിന്റെ പേരിലാവാമെങ്കിൽ തലവേദനയുടെ പേരിലും ആവാം. അങ്ങനല്ലേ പാമേ? അച്ഛന്റെ പേരിലൊക്കെ ആണയിട്ടാ പിന്നെ എപ്പോഴും തലവേദനയൊക്കെ വന്നോളെ. ഞാൻ ആണായിട്ടില്ലെന്നല്ലേ ഉള്ളൂ, എനിക്ക് ഭയങ്കര തലവേദനയാ. ഈശ്വര, ഇതെന്തൊരു തലവേദനയാ. ഞാൻ ഒന്ന് കിടക്കട്ടെ. ഒരു 10 മണിയാകുമ്പോ നീ എന്നെ വിളിച്ചാ മതി. അയ്യോ അയ്യോ അമ്മ, അയ്യോ. മോഹനേട്ടോ, ഈ തലവേദന വെറും അടവാണെന്ന് എനിക്ക് മനസ്സിലായി. അല്ല, ഇനി 10 മണിക്ക് എഴുന്നേറ്റ് വേഷം മാറി ആഫീസിൽ പോകാം എന്നെന്തെങ്കിലും ചിന്തയുണ്ടെങ്കിൽ എന്റെ അച്ഛന്റെ പേരിൽ ഞാനും ആണയിട്ട് പറയുക. ഇന്ന് മോഹനേട്ടൻ ആഫീസിൽ പോയാൽ എന്റെ അച്ഛനാണ് സത്യം. ഞാൻ ഈ ജന്മ മോഹനേട്ടനോട് മിണ്ടില്ല. സത്യഭാവയുടെ കളി. വില്ലേജ് ഓഫീസറുടെ ഒരു ലിവെങ്കിലും പോട്ടെ. വക്കീലേ, നമസ്കാരം വക്കീലേ. എന്ത് പ്രശ്നം? ഇതൊന്ന് വിദ്യാലക്ഷ്മി ഏൽപ്പിക്കണം, വളരെ അത്യാവശ്യം. വില്ലേജ് ഓഫീസർക്ക് നല്ല സുഖമില്ല. അയ്യോ, എന്ത് പറ്റി സാറിന്? വട്ട്
അല്ലാണ്ടെന്താ? പരമേശ്വരൻ കൊലക്കേസിന്റെ സാക്ഷി വിസ്താരം നാളെ തുടങ്ങുക. ഇന്ന് പ്രതിഭാഗ സാക്ഷികളെ കണ്ട് കാര്യങ്ങൾ പഠിപ്പിക്കേണ്ട ദിവസമാണ്. ഇന്നലെ രാത്രി കുത്തിയിരുന്ന് ഞാൻ എഴുതിയ നോട്ടായത്. പക്ഷേ ഇതുമായി രാവിലെ കോടതിയിൽ പോകാൻ ഇറങ്ങിയപ്പോൾ വില്ലേജ് ഓഫീസർക്ക് തലവേദന. ഒരു തലവേദന ലൂത്തമാ, ഒക്കെ അടവാണ്. പരമേശ്വരൻ വധക്കേസിലെ വക്കാലത്ത് ഞാൻ ഏറ്റ അന്ന് തുടങ്ങിയ വഴക്കാണ്. ഞാൻ ആ കേസ് വാദിക്കാൻ പറ്റില്ല എന്ന്. അതുകൊണ്ട് നാളെ സാക്ഷി വിസ്താരം തുടങ്ങുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു. പക്ഷേ വില്ലേജ് ഓഫീസർ എങ്ങനെയോ മണത്തറിഞ്ഞു. എന്നെ രാവിലെ വിടാതിരിക്കാനുള്ള അഭിനയമാണ് ഈ തലവേദന. ചെദ്യാനാണ്, ഭാര്യയായി പോയില്ലേ. സത്യത്തിൽ ഇത്ര സ്വഭാവം കാണിക്കുന്ന ഭർത്താക്കന്മാരെ അപ്പോടെ കളഞ്ഞിട്ട് നമ്മൾ നമ്മുടെ പാട്ടിന് പോട്ടതാ. പക്ഷെ അതിന് മനസ്സ് വരുന്നില്ല. മനസ്സ് വരൂലല്ലോ. പറഞ്ഞു വരുമ്പോ രാവിലെ മുതൽ നിങ്ങൾ രണ്ടുപേരും മുടിഞ്ഞ വഴക്കാണ്. എന്ത് കാര്യത്തിലും രണ്ടുപേർക്കും രണ്ട് അഭിപ്രായവും. പക്ഷെ കാര്യത്തോടെടുക്കുമ്പോ എന്റെ അമ്പോ നിങ്ങൾ രണ്ടുപേരും ഒന്നാവുമല്ലോ. അതുപോലെ തന്നെ ഇപ്പൊ മോഹനേഷ് സാറിനോട് പിണങ്ങി അങ്ങ് പോയാലും അരമണിക്കൂർ കഴിയുമ്പോ വക്കീലിന്റെ മട്ട അങ്ങ് മാറും. അതെന്റെ കഴിവില്ലായ്മയോ? പക്ഷെ ഞാൻ ഈ കാണിക്കുന്നതിന്റെ പകുതി സ്നേഹമെങ്കിലും തിരിച്ചിങ്ങോട്ട് കാണിക്കാറുണ്ടോ? ഇത്രയും പ്രമാദമായ ഒരു കേസ് വാദിക്കാൻ അവസരം കിട്ടിയ സാധാരണ ഭർത്താക്കന്മാർ എന്താ ചെയ്യുക? കൂടെ ഇരുന്ന് സഹായിക്കും, കേസ് വാദിക്കാനുള്ള ധൈര്യവും പ്രോത്സാഹനവും തരും. പക്ഷെ ഇവിടെയോ നേരെ തിരിച്ചു. അസൂയ, മുഴുത്ത അസൂയ. ഈ കേസ് വാദിച്ചാ ഞാൻ 10 വരെ അറിയുന്ന വക്കീലാവുമല്ലോ. അപ്പോ സാറിന്റെ ഗ്ലാമർ കുറയും, അത്രേ ഉള്ളൂ. വക്കീലേ, ഇതൊക്കെ വക്കീല് തോന്നുന്നതാണ്. സാറിന് വക്കീലിനോടുള്ള അസൂയ കൊണ്ടൊന്നും അല്ല കോടതിയിൽ പോണ്ട എന്ന് പറഞ്ഞത്. പിന്നല്ലാതെ എനിക്ക് കാര്യം എന്താണെന്ന് ഇപ്പോഴാണ് പിടികിട്ടിയത്. രാവിലെ മോഹനേഷ് സാർ എന്നെ വിളിച്ചിരുന്നു. അതെന്തിനാണെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. വിളിച്ചിട്ട് ഞാൻ പഞ്ചായത്ത് ഓഫീസിന്റെ വളവ് തിരിഞ്ഞ് വരുമ്പോഴായിരുന്നു സാറിന്റെ ഫോൺ കോൾ. ഹലോ. ഉത്തമ, ഞാനാ. എന്ത് സാറേ? ഈ പുലർച്ചെ കാണുന്ന സ്വപ്നം ഫലിക്കുന്നു പറയുന്നത് ശരിയാണോ? എന്ത് സാറേ രാവിലെ സ്വപ്നത്തെ പറ്റിയൊക്കെ ചോദിക്കുന്നേ? ഞാന് ഇന്ന് പുലർച്ചെ ഒരു സ്വപ്നം കണ്ടു. അത് കണ്ടത് മുതൽ ഒരു പേടിയാ. ഇതിനാണ് സാർ എന്നോട് ഫോൺ ചെയ്ത് ചോദിക്കുന്നേ? സാറേ, അങ്ങനെ ചില ആളുകൾ പറയാറുണ്ട്. പക്ഷെ അത് ഫലിക്കോ ഇല്ലയോ എന്നൊന്നും പറയാൻ പറ്റൂല. സാറേ, സാറൊരു കാര്യം ചെയ്യ്, വക്കീൽ അവിടെ ഉണ്ടല്ലോ, വക്കീലിനോട് ചോദിച്ചു. അവളോട് ചോദിക്കാൻ പറ്റില്ല. ഞാൻ കണ്ട സ്വപ്നത്തിൽ അവളായിരുന്നു. വക്കീല? അവള് സ്കൂട്ടർ ഓടിച്ചു പോകുമ്പോ ഒരു ആക്സിഡന്റ് ഉണ്ടാവുന്ന ആ സ്വപ്നം. അവളോട് പറഞ്ഞാൽ കളിയാക്കും. അതുകൊണ്ട് ഉത്തമനോട് ചോദിച്ചത്. എനിക്ക് ആകെപ്പാടെ ഒരു പേടി. ഉത്തമ, എന്താ ഇപ്പൊ ചെയ്യാൻ പറ്റുന്നത്? എന്റെ പൊന്ന് സാറെ, പേടിക്കാൻ വേറെ എന്തെല്ലാം കാരണങ്ങളുണ്ട്. ഇത് പറഞ്ഞുകൊണ്ടാണ് പേടിക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് തിരക്കിലാണ്. ഒരു 11 മണിയാകുമ്പോ ഞാൻ വില്ലേജ് ഓഫീസിന്റെ അതുവഴി വരാം. സ്വപ്നം കണ്ട് പേടിച്ചെന്ന് വില്ലേജ് ഓഫീസർ. എന്റെ വക്കീലെ, വക്കീലിന് എന്തോ ആക്സിഡന്റ് പറ്റുമെന്ന് പുലർച്ചെ സ്വപ്നം കണ്ട എന്റെ പേടി കൊണ്ട് ഇന്ന് വക്കീല് കോടതിയിൽ പോകാതിരിക്കാൻ കണ്ടുപിടിച്ച അടവാണ് ആ തലവേദന. പക്ഷെ ഇന്ന് നീ പോകാൻ പറ്റില്ല. എനിക്ക് തലവേദനയുള്ളപ്പോ നീ പോയാൽ അങ്ങനെ ശരിയാവും? ഒരു തലവേദനയില്ല. കുറച്ചു മുന്നേ തലവേദനയാണോ എന്നെനിക്കൊരു സംശയമുണ്ടായിരുന്നു. ഇപ്പൊ പക്ഷെ അതില്ല. എന്നെ കേസ് വാദിക്കാൻ സമ്മതിക്കരുത്, ആ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ മോഹനേട്ടനുള്ളൂ. അല്ല മാമേ, എനിക്ക് ശരിക്കും തലവേദനയാ. അയ്യോ, എന്തൊരു തലവേദനയേ! അയ്യോ, എന്നെ ആശുപത്രി കൊണ്ടുപോ. അയ്യോ, എന്തൊരു തലവേദനയേ! ഇപ്പൊ വക്കീലിന് മനസ്സിലായോ? നിങ്ങൾ തമ്മിലുള്ള സ്നേഹത്തെ പറ്റി നിങ്ങൾക്കറിയാമെന്നതിൽ കൂടുതൽ നാട്ടുകാർക്ക് അറിയാമെന്ന്. അപ്പൊ ഞാൻ ഇറങ്ങുന്നേ. ഇത് വിദ്യാലക്ഷ്മി വക്കീലിന്റെ കൈ കൊടുത്താൽ മതിയല്ല. പിന്നെ വക്കീൽ എപ്പോ വരും എന്ന് പറയണം? ഞാനിന്ന് വരുന്നില്ലെന്ന് പറഞ്ഞു. ഉത്തമിച്ചല്ലേ? ശരി. അപ്പൊ അയ്യോ,
കള്ള കള്ള വില്ലേജ് ഓഫീസറെ. കായംകുളം കൊച്ചുണ്ണി. അപ്പൊ ഞാൻ പരമേശ്വരൻ കൊലക്കേസ് വാദിക്കുന്നതായിരുന്നില്ല പ്രശ്നം, പുലർച്ചെ കണ്ട സ്വപ്നമായിരുന്നു. ഇനിയും കള്ളം പറയാൻ നോക്കണ്ട. ഉത്തമൻ വന്നു, എല്ലാം പറയുകയും ചെയ്തു. എന്നാലും എന്റെ മോഹനേട്ടാ, ഒരു സ്വപ്നം കണ്ടതിന്റെ പേരിലാണോ ഈ പേടി? ആരെങ്കിലും കേട്ടാ മോഹനേട്ടൻ വട്ടാണെന്ന് പറയില്ലേ? അങ്ങനെ പറയരുത് ബാമേ. ഇന്നാളൊരു ദിവസം സ്വയംപ്രഭ രാവിലെ ആഫീസിൽ നിന്ന് പറയാ, അവള് പുലർച്ചെ ഒരു സ്വപ്നം കണ്ടെന്ന്. സ്കൂട്ടർ ഓടിച്ചു പോകുമ്പോ ഒരു പട്ടി കുറുകെ ചാടി സ്കൂട്ടർ മറിഞ്ഞു പോയെന്ന്. അന്ന് വൈകിട്ട് ആഫീസിൽ നിന്ന് പോയപ്പോ അങ്ങനെ തന്നെ സംഭവിച്ചു. പുലർച്ചെ കാണുന്ന സ്വപ്നം ഫലിക്കും ബാമേ. ഇതൊക്കെ അന്ധവിശ്വാസമാണ് മോഹനേട്ടാ. ആയിക്കോട്ടെ, പക്ഷെ നമ്മൾ എന്തിനാ റിസ്ക് എടുക്കുന്നത്? നീ കോടതിയുടെ ഇപ്പുറത്തുള്ള പാലത്തിലൂടെ സ്കൂട്ടർ ഓടിച്ചു പോകുമ്പോ ഒരു ലോറി വന്നിരിക്കുന്നതായിട്ടാ ഞാൻ സ്വപ്നം കണ്ടത്. എന്നിട്ട് മോഹനേട്ടൻ അത് പറയാതിരുന്ന എന്താ? ഞാൻ പറഞ്ഞാലും നീ പറയാൻ അന്ധവിശ്വാസമാണെന്ന്. എന്നെ കളിയാക്കിട്ട് നീ പോവുകയും ചെയ്യും. വല്ലതും പറ്റി കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മോഹനേട്ടൻ ഓഫീസിൽ പോരെന്ന് പറഞ്ഞിട്ടും ഞാൻ പോയിരുന്നെങ്കിലോ? നീ പോകുന്ന ഉറപ്പായപ്പോഴല്ലേ ഞാൻ അച്ഛനെ കൊണ്ട് ആണായിട്ടത്. അത് കേട്ടിട്ട് നീ പോവില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എന്നാലും എന്റെ മോഹനേട്ടൻ കൊള്ളാം. പറയുമ്പോ പുലിയാണ്. കെമിസ്ട്രിയിൽ ഡിഗ്രി. പക്ഷെ അന്ധവിശ്വാസത്തിന് ഒരു കുറവില്ല. ആ അന്ധവിശ്വാസത്തിന്റെ പേരിൽ എന്നെ കേസ് വാദിക്കാനും വിട്ടില്ല. സോറി, എന്റെ പേടിയുണ്ടല്ലേ? പേടി കൊണ്ടൊന്നുമല്ല, സ്നേഹം കൊണ്ട്. മോഹനേട്ടന് എന്നോട് ഒരുപാട് സ്നേഹമുള്ളത് കൊണ്ടല്ലേ എനിക്കെന്തെങ്കിലും പറ്റുമെന്നുള്ള പേടിയുണ്ടായത്. ആ സ്നേഹം എനിക്ക് അറിയാവുന്നതുകൊണ്ട് മാത്രം ഇന്നത്തെ ദുർവാശി ഞാൻ വകവെച്ചു തരുന്നു. എന്തായാലും ഞാൻ പോകുന്നില്ല. എന്റെ ജോലി ഇന്നത്തെ ഞാൻ വിദ്യയെ ഏൽപ്പിച്ചു. ഇനിയിപ്പോ വില്ലേജ് ഓഫീസറുടെ ലീവ് കളയണ്ട, വേഗം റെഡിയായി ഓഫീസിൽ പോകാൻ നോക്ക്. എനിക്കിന്ന് ഓഫീസിൽ പോകാൻ പറ്റില്ലല്ലോ. അതെന്താ? ഞാനിന്ന് ഓഫീസിൽ പോയാ ഈ ജന്മം നീ എന്നോട് മിണ്ടില്ലെന്ന് നിന്റെ അച്ഛന്റെ പേരിൽ നീ സത്യം ചെയ്ത് പറഞ്ഞില്ലേ? ഇനി ഞാൻ പോയാ നിനക്ക് എന്നോട് മിണ്ടാൻ പറ്റില്ലല്ലോ. അത് സാരമില്ല. ഏത് തർക്കവും രണ്ടു കക്ഷിക്കും സമ്മതമാണെങ്കിൽ ഒത്തുതീർക്കാമെന്നാണ് നിയമം. പിന്നെ മോഹനേട്ടാ, ഉത്തമൻ പറയാ, നമ്മൾ വഴക്കൂടുമ്പോ അതിലിടപെട്ടാൽ പ്രശ്നമാണെന്ന്. കുറച്ചു കഴിയുമ്പോ നമ്മൾ ഒന്നാവുമെന്ന്. അത് സത്യമല്ലേ? പിന്നെ ഉത്തമൻ പറയാ, നമ്മുടെ രണ്ടുപേരുടെ സ്വഭാവം നമുക്കറിയില്ലെങ്കിലും നാട്ടുകാർക്ക് മുഴുവൻ അറിയാമെന്ന്. നാട്ടുകാർക്ക് നമ്മളെ ശരിക്കും മനസ്സിലായി കാണുമോ? മനസ്സിലായി കാണുമായിരിക്കും. മനസ്സിലായാലെന്താ? മനസ്സിലാവട്ടെ. സ്നേഹം കൂടുമ്പോൾ ഇങ്ങനെയും സംഭവിക്കാം. ഭാര്യയ്ക്ക് അപകടം സംഭവിക്കുമോ എന്ന പേടി കൊണ്ട് അവളെ വീട്ടിൽ നിന്നും പുറത്തുവിടാതെ പിടിച്ചു വെക്കുന്നത് അന്ധവിശ്വാസം കൊണ്ട് തന്നെയാണെന്ന് പരിഹസിച്ചാലും ആ പേടിക്ക് പിന്നിൽ ഒളിച്ചിരിക്കുന്ന സ്നേഹത്തെ കാണാതിരുന്നുകൂടാ. മോഹനകൃഷ്ണന്റെയും സത്യഭാമയുടെയും പുതിയ പേടികളുടെയും സ്നേഹത്തിന്റെയും കഥകളുമായി കാരുണ്യസാരം തുടരുന്നു.